തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ന്യൂസ് മലയാളം പ്രതിനിധിയുടെ ചോദ്യത്തോട് പ്രകോപിതനായി ഗുരുവായൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ബി. ഗോപാലകൃഷ്ണൻ വർഗീയ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലാണ് ഗോപാലകൃഷ്ണൻ ക്ഷുഭിതനായത്. ഒരു 50% ഹിന്ദുക്കൾ കൂടിയുള്ള മുസ്ലിങ്ങൾ കൂടിയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഏത് നിലയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്? അതിപ്പോ താങ്കൾ മതമല്ലേ ചോദിച്ചേ? താങ്കളിപ്പോ എന്നോട് ചോദിച്ച മതമല്ലേ? അത് താങ്കൾ ആദ്യം ഞാൻ ചോദിക്കുന്നതിന് കാരണമുണ്ട്. താങ്കളെ പോലുള്ള ആളുകളുടെ ഉള്ളിലുള്ള ആ ചോദ്യം ഞാൻ തിരിച്ചു പറയുന്നു. 50% ഹിന്ദുള്ള സ്ഥലമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നത് യാഥാർത്ഥ്യമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇക്കാര്യം തുറന്നു പറയുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമല്ലെന്നും ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. ഞാനൊരു പെരുമാറ്റച്ചട്ടങ്ങളിൽ മതം പറഞ്ഞു വോട്ട് ചോദിക്കരുത് എന്നുള്ളത് വക്കീലായ താങ്കൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കൂടി ഇല്ലേ? ഞാൻ മതം പറഞ്ഞല്ലോ വോട്ട് ചെയ്യണേ, ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞല്ലേ. ഒരു ഹിന്ദു MLA എന്തുകൊണ്ട് 50 വർഷമായിട്ട് നിർത്തിയില്ല എന്നാണ് എന്റെ ചോദ്യം. ആ ചോദ്യം അന്നും ഇന്നും നാളെയും ചോദിക്കും, ഒരു സംശയമില്ല. എനിക്ക് പരാതി ഒരു പ്രശ്നമേ അല്ല. ഞാൻ പറഞ്ഞതിൽ 100% വീണ്ടും 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 ഉറച്ചു നിൽക്കും. വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, എന്തായാലും പൊതുവെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ കണ്ടത് ബി.ജെ.പി. ഇത്തരം പരാമർശങ്ങളിൽ നിന്നൊക്കെ പിന്നോട്ട് പോകുന്നതും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ മറ്റൊരു തലത്തിലേക്ക് പ്രചാരണം പോകുന്നതൊക്കെയാണ്. പക്ഷേ പഴയ നേതാക്കൾ, അത് ബി. ഗോപാലകൃഷ്ണൻ അടക്കമുള്ള PC ജോർജ് അടക്കമുള്ള നേതാക്കൾക്ക് അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർ ഈ രീതിയിൽ തന്നെ പോകുന്നു. എന്തായാലും ഗോപാലകൃഷ്ണൻ ഈ പറഞ്ഞ വർഗീയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. രുചീഷ്, അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അത് സംബന്ധിച്ച ചോദ്യങ്ങളോട് സഹിഷ്ണുതയോടുകൂടി മറുപടി പറയാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല. മറിച്ച് ഇതൊരു വിവാദമാക്കി മാറ്റിയ വിവാദത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ലാഭം കൊയ്യാനുള്ളൊരു നീക്കമാണോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ളത് നടക്കുന്നത് എന്നുള്ള കാര്യത്തിലുള്ള സംശയമാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ പേരകം എന്ന് പറയുന്ന സ്ഥലത്ത് വീടുകൾ കയറിയുള്ള പ്രചാരണം നടത്തുകയാണ്. പ്രചാരണം നടത്തുന്ന സ്ഥാനാർത്ഥിയെ കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ അവിടെ എത്തിയത്. അത് സംബന്ധിച്ചുള്ള ഒരു 1-to-1 എടുക്കുന്ന സമയത്താണ് അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളോട് വളരെ അസഹിഷ്ണുതയോടുകൂടി തന്നെയാണ് അദ്ദേഹം പെരുമാറുന്നത്. ഗുരുവായൂരിൽ താൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ഒരു ഹിന്ദു MLA എന്തുകൊണ്ട് നിർത്തുന്നില്ല എന്നുള്ളത് കാര്യം അത് ചോദിക്കുന്നത് മതം പറയുന്ന അതല്ല, അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമല്ല. നേരെ മറിച്ച് മഹാകുംഭമേള എന്നുള്ള പേരിൽ ഒരു പരിപാടി മലപ്പുറത്ത് നടന്നു. അവിടേക്ക് കയറി ചെല്ലാത്ത കോൺഗ്രസിന്റെയും CPM-ന്റെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഒക്കെ നേതാക്കൾ ചാവക്കാട് വഴി ഒരു മുസ്ലിം മതപണ്ഡിതൻ ഒരു യാത്ര നടത്തിയപ്പോൾ ആ വേദിയിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് മതമല്ല, വർഗീയതയല്ല, താൻ പറയുന്നത് മാത്രമാണ് വർഗീയത എന്നുള്ള നിലയിലുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. 50% അടുത്ത് മുസ്ലിങ്ങളുള്ള ഗുരുവായൂർ മണ്ഡലത്തിൽ ഇങ്ങനെ മതം പറഞ്ഞ് എങ്ങനെ വിജയിക്കാനാകുമെന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പ്രകോപിതനായി ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു സമീപനം കൂടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഗോപാലകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തുമെന്നും ആ വാർത്താ സമ്മേളനത്തിൽ ആ കാര്യങ്ങൾ കൂടുതലായി വിശദീകരിക്കുമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. KSU-വും CPM-ഉം ഒക്കെ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ആര് പരാതി നൽകിയാലും താൻ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഗോപാലകൃഷ്ണൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമേ അല്ല ഇതൊന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഗോപാലകൃഷ്ണന്റെ വാർത്താ സമ്മേളനം നടക്കാനുണ്ട്. ഇതിലും കർക്കശമായ രീതിയിൽ വർഗീയ പ്രചാരണം, വിദ്വേഷ പ്രചാരണവും നടത്തുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. രുചീഷ്.